Good morning, students. So today we are moving on to our fourth module, that is physical distribution mix. The third module ആയിട്ടുള്ള price mix നമ്മൾ complete ആക്കി. So we are moving on to physical distribution mix. Physical distribution എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗുഡിനെ ഒരു ലൊക്കേഷനിൽ നിന്ന് ലൈക്ക് ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് നിന്ന് അതുപോലെ ഫൈനൽ കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചാനൽസിലൂടെ പോകും, അതിന് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ആസ് എ മാർക്കറ്റ് ഓർ ആസ് എ പ്രൊഡ്യൂസർ നമ്മൾ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മിക്സിൽ വരുന്നത്. സോ ഫസ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു വാട്ട് ഇസ് ദ ഡെഫിനേഷൻ ഫോർ ദി ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മിക്സ്. ഈ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മിക്സ് എന്ന് പറയുമ്പോൾ അതിനൊരു ഡിഫൈൻ, ഹൗ ക്യാൻ ബി ഡിഫൈൻ ഇറ്റ്? The thing is that the actual movement and the storage of goods after they are produced and before they are consumed. ശരിക്കും നമ്മളൊരു ഗുഡ് ഉണ്ടാക്കിയിട്ട് അത് ഒരു കൺസ്യൂമറിലേക്ക് എത്തണം. അപ്പോൾ ഇതിനിടയിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസുമാണ് നമ്മളിവിടെ ഈ ഒരു മൊഡ്യൂളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനും പോകുന്നത്. സോ ഇറ്റ് ഈസ് എ ആക്ച്വൽ മൂവ്മെൻറ്റ് ആൻഡ് ദ സ്റ്റോറേജും വരുന്നുണ്ട്. ജസ്റ്റ് ഗുഡ്സ് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് കൺസ്യൂമറിലേക്കല്ല പോകുന്നത്. അതിൻ്റെ ഇടയിൽ പലയിടത്തും നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടി വരും, പല ട്രാൻസ്പോർട്ടേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ആക്ച്വൽ മൂവ്മെൻറ്റ് ആൻഡ് storage of goods after they are produced from the producer and reach to the consumer for the consumption. ഈ ത്രീ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ഓൾവേസ് വേരി വിത്ത് ദ പ്രൊഡക്റ്റ് ആസ് വെൽ ആസ് വിത്ത് ദ ഫേംസ്. ഫേമിൻ്റെ നേച്ചറിനനുസരിച്ചും ചില ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് പെരിഷബിൾ പ്രൊഡക്ട്സ് ആയിരിക്കാം, ചില ഫേംസ് ഉണ്ടാവുന്നത് നോൺ പെരിഷബിൾ പ്രൊഡക്ട്സ് ആയിരിക്കാം. നോൺ പെരിഷബിൾ എന്ന് പറയുമ്പോൾ ഡ്യൂറബിൾ ആയിട്ടുള്ള കുറേ നാൾ നിലനിൽക്കുന്ന അങ്ങനെ പ്രൊഡക്ട്സ് ആയിരിക്കാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മിക്സിന് വ്യത്യാസം വരും. അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റാണ്. അതുപോലെ ഫേംസിനെ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ ചിലവർ കൂടുതൽ സ്റ്റോർ ചെയ്യാതെ ഡയറക്റ്റ്ലി സെൻഡ് ചെയ്യുന്ന ചില കമ്പനി ആയിരിക്കാം, ചിലർ സ്റ്റോറേജ് യൂസ് ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കാം. അപ്പോൾ ഇതിനെല്ലാം ബേസ് ചെയ്ത് നമ്മൾ വേരി ചെയ്യുന്നുണ്ടാവും നമ്മുടെ പ്രൊഡക്ഷൻ മിക്സ്. പ്രൊഡക്ഷൻ അല്ല, നമ്മളുടെ physical distribution mix. So physical distribution mix is the actual movement of goods and the storage of goods after they are produced and before they are consumed, and it always varies with the type of the product as well as the nature of the firms. Okay, so next one is what is the importance. ഇപ്പം നമ്മളൊരു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മിക്സ് പഠിക്കേണ്ടതും അതിൻ്റെ ആവശ്യവും എന്താണ്, എങ്ങനെയാണ് അത് യൂസ്ഫുൾ ആവുന്നത് ഫോർ എ ഫേം, അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ക്രിയേറ്റ്സ് ദ പ്ലേസ് ആൻഡ് ടൈം യൂട്ടിലിറ്റി. പ്ലേസ് ആൻഡ് ടൈം യൂട്ടിലിറ്റി എന്ന രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ഒരു സ്ഥലം കാരണം ഉണ്ടാവുന്ന ഒരു ഇമ്പോർട്ടൻസ്, അതുപോലെ ഒരു ടൈം കാരണം ഉണ്ടാവുന്ന ഒരു ഇമ്പോർട്ടൻസ്. ഇപ്പം നമുക്കറിയാം ചില ഗുഡ്സ് എല്ലാം എല്ലാ ലൊക്കേഷൻസിലും കിട്ടുന്നതാവുന്നില്ല, ചിലതെല്ലാം ചില സ്ഥലങ്ങളിലേക്ക് മാത്രം ഉള്ളതായിരിക്കും. സോ ആ ഒരു ഗുഡ് നമ്മൾ ഒരിടത്ത് ഉണ്ടാക്കിയാൽ അത് ട്രാൻസ്പോർട്ട് ചെയ്ത മറ്റേ ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിക്കേണ്ടി വരും, എന്നാൽ മാത്രമേ അതിന് യൂസ് ഉണ്ടാവുന്നുള്ളൂ. ഇപ്പം കുറേ നമ്മളുടെ ഒരു കേരള എന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ ഫിഷ് പ്രൊഡക്ട്സും ഒക്കെ കൂടുതലാണ്. എന്നാൽ ഒരു ഫോറിൻ കൺട്രിയിലോ ചിലപ്പോൾ ഫിഷ് പ്രൊഡക്ട്സ് കുറവാണ്. നമ്മളുടെ ഇവിടെയുള്ള ചില ഫിഷ് പ്രൊഡക്ട്സ് ഒന്നും അവിടെ കിട്ടത്തില്ല. അപ്പം നമ്മൾ അതിനെന്ത് ചെയ്യും, ഇവിടെ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. ഫ്രീസ്ഡ് ഫോമിൽ കോൾഡ് ഫ്രീസിങ് എല്ലാം ചെയ്തിട്ട് നമ്മൾ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാറുണ്ട്, ഫിഷ് പ്രൊഡക്ട്സ് എല്ലാം. അപ്പം നമ്മുടെ ഇവിടെ അതിന് ഉണ്ടാവുന്ന റേറ്റിനേക്കാളും എത്രയോ ഇരട്ടിയാണ് നമുക്ക് ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ കംപ്രസ് ചെയ്ത് സ്റ്റോറേജ് ആക്കി കോൾഡ് സ്റ്റോറേജിൽ വെച്ച് നമ്മളവിടെ എത്തിക്കുന്നത്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു പല സ്ഥലങ്ങളിലും സ്റ്റോർ ചെയ്ത് ഫൈനലി വി ആർ ടേക്കിംഗ് ഓൺ ടു ദാറ്റ് ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് എന്താ, ഒരു പ്ലേസ് യൂട്ടിലിറ്റിയാണ്. ഒരു സ്ഥലത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് അതിനുള്ളത് കൊണ്ട് വി ആർ ട്രാൻസ്പോർട്ടിങ് ഇറ്റ് ആൻഡ് ഫോർ വിച്ച് വി ആർ യൂസിങ് ദിസ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മിക്സ്. സോ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ പ്ലേസ് യൂട്ടിലിറ്റി. അതേപോലെ ടൈം യൂട്ടിലിറ്റി ഇതുണ്ടാക്കുന്നുണ്ട് ചില പ്രൊഡക്ട്സുകൾ. ടൈം യൂട്ടിലിറ്റി ഇൻ ദ സെൻസ് ഒരു സമയത്തായിരിക്കില്ല അതിന് ഇമ്പോർട്ടൻസ്, ചില വേറെ സമയങ്ങൾക്കായിരിക്കും ഇമ്പോർട്ടൻസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ചില പ്രൊഡക്ട്സ് ഉണ്ട്, നമ്മുടെ അംബ്രല്ല അല്ലെങ്കിൽ റെയിൻ കോട്ട്സ്, ഇതെല്ലാം എപ്പോഴാണ് റെയിനി സീസൺസിലും ആവശ്യം വരുന്ന ഒന്നാണ്. അതുപോലെ സ്വെറ്റേഴ്സ് എല്ലാം നമുക്ക് ആവശ്യം വരുന്ന വുലൻ സ്വെറ്റേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൾഡ് ടൈമിലാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ടൈം യൂട്ടിലിറ്റി എന്നാണ് പറയുന്നത് അല്ലേ. ടൈമിനനുസരിച്ച് ചില ടൈമിനെ അത് ആവശ്യമുള്ളൂ, ചില ടൈമിന് ആവശ്യമില്ല. അതുകൊണ്ട് ടൈം യൂട്ടിലിറ്റി. അപ്പം നമ്മൾ കോൾഡ് സ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ടൈം വരെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, ബട്ട് വി വിൽ സ്റ്റോർ ഇറ്റ് ടിൽ ഫോർ ദ മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഉണ്ടാവുന്ന വരെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ആ സമയത്ത് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മളുടെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മിക്സ് നമുക്ക് പ്ലേസ് ആസ് വെൽ ആസ് ടൈം യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്.
Second importance is the physical flow from producer to consumer happens only through this physical distribution mix. ഈ physical distribution കൊണ്ട് തന്നെയാണ് ഒരു ഗുഡ്സ് കൺസ്യൂമറിൽ നിന്ന് പ്രൊഡ്യൂസറിലേക്ക് എത്തുന്നത്. ഫിസിക്കലി ഫ്ലോ ഉണ്ടാകുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ഇത് പലയിടത്തും സ്റ്റോർ ചെയ്ത് ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തും റീറ്റെയിലേഴ്സിൻ്റെ അടുത്തൊക്കെ സ്റ്റോർ ചെയ്ത് ഫൈനലി അത് റീച്ച് ചെയ്യാണ്. ദെൻ തേർഡ് ഇസ് ഇറ്റ് ബിൽഡ്സ് ദ കസ്റ്റമർ ബേസ്. ഒരു കസ്റ്റമർ ബേസ് ബിൽഡ് ചെയ്യാനും എന്താ ഈ ഒരു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മിക്സിലൂടെ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഈ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവർ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ഗുഡ്സ് വേണം എന്ന് ഒരു മാർക്കറ്ററിനെ അറിയിക്കുക അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിനെ അറിയിച്ച് അതിനനുസരിച്ച് ഗുഡ്സ് ഉണ്ടാക്കുന്നുള്ളൂ. സോ ഇറ്റ് ബിൽഡ്സ് എ കസ്റ്റമർ ബേസ്. ദെൻ ക്രിയേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മാർക്കറ്റ് ഫോർ എ ന്യൂ മാർക്കറ്റ്. ഒരു പുതിയൊരു മാർക്കറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉള്ളൊരു മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്ലേസ് യൂട്ടിലിറ്റി ടൈം യൂട്ടിലിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും ഒരു മാർക്കറ്റ് പ്ലേസ് റെഡിയാക്കി തരാനും എല്ലാം ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾസോ റിഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പം നമുക്കറിയാം ചില ഗുഡ്സിന് ചില സമയങ്ങളിലാണ് അതിന് കൂടുതൽ ഡിമാൻഡ് വരുന്നത്. അപ്പോൾ ആ സമയത്താണ് പ്രൊഡ്യൂസർ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ഇടയിലുള്ള ഇൻ്റർമീഡിയറീസ് എല്ലാം ആ സമയത്ത് കൂടുതൽ ചാർജസ് നമ്മളിൽ നിന്ന് ഈടാക്കും. അപ്പോൾ അത് ഈടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ടൈമിന് മുമ്പേ തന്നെ നമ്മളിത് ട്രാൻസ്പോർട്ട് ചെയ്ത് ആ ഒരു ലൊക്കേഷൻ എത്തിച്ചു വയ്ക്കും, വെയർ ഹൗസിംഗ് ഫെസിലിറ്റിയിൽ എത്തിച്ചു വയ്ക്കും. അങ്ങനെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ next importance, that is it minimize the cost of distribution of products and services to the consumers, and thereby it will be satisfying the customer in the whole sense. എല്ലാ സെൻസ് കൊണ്ടും കസ്റ്റമർ ബേസിനെ ബിൽഡ് ചെയ്ത് അവർക്ക് വേണ്ട പ്രൊഡക്ട്സ് കറക്റ്റ് സമയത്ത് എത്തിച്ചു കൊടുത്ത് അതുപോലെ അവർക്ക് ലോ കോസ്റ്റിൽ എത്തിച്ചു കൊടുക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സാറ്റിസ്ഫാക്ഷൻ ആണ് ഒരു കസ്റ്റമറിന് കിട്ടുന്നത്. സോ ദീസ് ആർ ദ മേജർ ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. Next is what is meant by logistics management. ഇനിയുള്ള കൺസെപ്റ്റ് logistics management ആണ്. So what is logistics management എന്ന് വെച്ചാൽ one definition is that is getting the right product to the right place at the right time in the right quantity at the right time in the best condition and at an acceptable cost. ഇതാണ് definition logistics management. അപ്പോൾ getting the right product to the right place in the right quantity at the right time in the best condition and at a acceptable cost. ഇതിൻ്റെ മേജർ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, മാനേജിങ് ആൻഡ് കൺട്രോളിങ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ദ സോഴ്സ് ടു ദ പ്ലേസ് ഓഫ് കൺസെപ്ഷൻ. അപ്പം ഒരു ഗുഡ് അതിൻ്റെ സോഴ്സിൽ നിന്ന് സോഴ്സ് എന്ന് പറയുന്നത് എവിടെയാണോ ഉണ്ടാക്കുന്നത് ആ ഒരു സ്ഥലത്ത് നിന്ന് ഇതിൻ്റെ കൺസ്യൂമറിലേക്ക് എത്തിക്കുക. അതിനുവേണ്ടി എന്തെല്ലാം ആവശ്യമുണ്ട്, നമ്മളത് പ്രോപ്പർലി പ്ലാൻ ചെയ്യണം. ആർക്കായിരിക്കും ഇതിൻ്റെ ഡിമാൻഡ് അത് നമ്മൾ മനസ്സിലാക്കി എവിടെ നിന്ന് എങ്ങനെ എത്തിക്കണം എന്നുള്ള പ്ലാനിങ് വേണം. ആ പ്ലാനിങ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എന്നിട്ട് അത് പ്രോപ്പർലി മാനേജ്ഡ് ആണോ കൺട്രോൾഡ് ആണോ കറക്റ്റ് സമയത്ത് തന്നെ എത്തുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ നോക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കറക്റ്റ് സമയത്ത് കറക്റ്റ് പ്രൊഡക്റ്റ് കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ എത്തുന്നതിനെയാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കോസ്റ്റ് കുറയ്ക്കുക. എങ്ങനെ കോസ്റ്റ് കുറച്ച് എഫക്റ്റീവായിട്ട് കറക്റ്റ് സാധനങ്ങൾ കറക്റ്റ് ടൈമിലും കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ എങ്ങനെ എത്തിക്കും, ഇതാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് പഠിക്കുക. ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് നോക്കുമ്പോൾ ജസ്റ്റ് പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തിക്കുക ഇങ്ങനെയുള്ള സിംഗിൾ ഫ്ലോ മാത്രമല്ല ഇൻവോൾവ് ആവുന്നത്. ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റും ഉണ്ട്. ഫോർവേഡ് മൂവ്മെൻറ്റും ഉണ്ടാവും, ബാക്ക്വേർഡ് മൂവ്മെൻറ്റും ഉണ്ടാവും. പക്ഷേ പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തുന്നതും കൺസ്യൂമേഴ്സിന് തിരിച്ചത് പ്രൊഡ്യൂസറിലേക്ക് എത്തുന്നത് ഇങ്ങനെയുള്ള രണ്ടും ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ സെക്കൻഡ് ഫീച്ചർ ഗിവൺ ഹിയർ. ഫോർവേഡ് ആസ് വെൽ ആസ് ബാക്ക്വേർഡ് ഫിസിക്കൽ ഫ്ലോ ഹാപ്പൻസ്. രണ്ട് ഫ്ലോസും ഹാപ്പൻ ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം നമ്മളൊരു ആമസോണിൽ നിന്നൊരു ഗുഡ്സ് നമ്മൾ വാങ്ങുകയാണ്, നമുക്ക് വാങ്ങിക്കഴിഞ്ഞിട്ട് അതിനോട് താല്പര്യമില്ല അല്ലെങ്കിൽ ആ ഗുഡ് റിട്ടേൺ ചെയ്യണമെങ്കിൽ അതിനും ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതെല്ലാം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിലൂടെയാണ് നമ്മൾ ആ ഒരു സർവീസിനെ തന്നെ അറിയിക്കുന്നു. ദേ വിൽ കളക്ട് ഇറ്റ് ബാക്ക് ആൻഡ് പേ us ദ എമൗണ്ട് ബാക്ക്. അപ്പോൾ ഇത് രണ്ടും ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ്സാണ് എപ്പോഴും ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. ദെൻ തേർഡ് ഇസ് ഇറ്റ് ഗീവ്സ് മാക്സിമം സർവീസസ് ടു ദ കസ്റ്റമേഴ്സ് അറ്റ് എ ലോവസ്റ്റ് കോസ്റ്റ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് കോസ്റ്റ്, ഏറ്റവും കോസ്റ്റ് കുറച്ച് എങ്ങനെ എന്നൊരു കൺസെപ്റ്റാണ് ഇതിനകത്ത് വരുന്നത് അല്ലേ. അതുകൊണ്ട് മാക്സിമം സർവീസസ് കസ്റ്റമേഴ്സിന് ഏറ്റവും മിനിമം കോസ്റ്റിൽ എങ്ങനെ കൊടുക്കാം, ഇത് മൂന്നും നമ്മുടെ മേജർ ഫീച്ചേഴ്സാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. സോ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ഗെറ്റിംഗ് ദ റൈറ്റ് പ്രൊഡക്റ്റ് ടു ദ റൈറ്റ് പ്ലേസ് ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് ദ റൈറ്റ് ടൈം ഇൻ ദ ബെസ്റ്റ് കണ്ടീഷൻ ആൻഡ് അറ്റ് ആൻ അക്സെപ്റ്റബിൾ കോസ്റ്റ്. ദ മേജർ ത്രീ ഫീച്ചേഴ്സ് ആർ പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, managing and controlling of the flow of goods from the source to the place of consumption. Second one is there is both the movement forward as well as backward physical flow
Third is it gives maximum services to the customers at the lowest cost. ലോവസ്റ്റ് കോസ്റ്റിൽ എങ്ങനെ ഗുഡ്സ് പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തിക്കുക. ഈ 3 കാര്യങ്ങളാണ് മേജർ കൺസേൺ ആയിട്ട് നമ്മുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ വരുന്നത്. Then what are the elements of logistics management? Logistics management major elements ആണ് ഇവിടെ പറയുന്നത്. First one is information logistics, second inventory logistics, third warehousing logistics, packaging logistics, transportation logistics. ഇൻഫർമേഷൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഏത് ഗുഡ്സ് എങ്ങനെ എത്തിക്കുന്നു അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഇൻവെൻട്രി ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്, അതെങ്ങനെ കൺട്രോൾ ചെയ്യും, എങ്ങനെ ആ റോ മെറ്റീരിയൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യും. റോ മെറ്റീരിയൽസ് ചില സമയത്ത് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടി വരും അല്ലേ, ചിലപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് ആവശ്യമുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ തേർഡ് വെയർ ഹൗസിംഗ് ലോജിസ്റ്റിക്സ്. വെയർ ഹൗസിംഗ് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമേഴ്സിന് എത്തുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് ചില ലൊക്കേഷൻസിൽ വെക്കേണ്ടി വരും. അതിനാണ് നമ്മൾ വെയർ ഹൗസിംഗ് എന്ന് പറയുക. വെയർ ഹൗസസ് ആർ ദോസ് വിച്ച് ആർ മെൻ ഫോർ സ്റ്റോറിങ് ദ പ്രൊഡക്ട്സ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. കൂടുതൽ നാളത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പം വെയർ ഹൗസസ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നിങ്ങൾ കേട്ടിട്ടുണ്ട് CWC SWC എന്നെല്ലാം, സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ, അതുപോലെ സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ഒക്കെ ഉണ്ട്. അതുപോലെ പ്രൈവറ്റ് ഏജൻസികളും ഉണ്ട്. അപ്പം ഇങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ അത് പ്ലേസ് ആസ് വെൽ ആസ് ടൈം യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റിയും ഒരു എലമെൻ്റാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ. പിന്നെ പാക്കേജിങ് ലോജിസ്റ്റിക്സ്. പാക്കേജിങ് ലോജിസ്റ്റിക്സ് ഉണ്ട് എന്ന് വെച്ചാൽ സാധനങ്ങൾ പാക്ക് ചെയ്ത് ഫുള്ളി സെറ്റായിട്ട് നമുക്ക് വേറൊരു ലൊക്കേഷനിലേക്ക് എത്തിക്കാൻ, അപ്പോൾ അത് ഇൻവോൾവ് ആവുന്നുണ്ട്. ആൻഡ് ഓൾസോ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ്. സോ ദീസ് ആർ ദ മേജർ എലമെൻറ്റ്സ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്. നിങ്ങളിത് പഠിക്കണം. ദറ്റ് ഈസ് ഇൻഫർമേഷൻ ലോജിസ്റ്റിക്സ്, ഇൻവെൻട്രി ലോജിസ്റ്റിക്സ്, വെയർ ഹൗസിംഗ് ലോജിസ്റ്റിക്സ്, പാക്കേജിംഗ് ആസ് വെൽ ആസ് ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ്. ദീസ് ആർ ദ 5 elements of logistics management. Next one is the process of logistics or types of logistics. Logistics പല ടൈപ്സിലും ഫോംസിലും പറയുന്നുണ്ട്. ഫോംസ്, ടൈപ്സ് അല്ലെങ്കിൽ പ്രോസസ് എന്നൊക്കെ ചോദിച്ചാൽ the 4 classification are there. That is inbound logistics, process logistics, outbound logistics as reverse logistics. ഇൻബൗണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്നതാണ്. നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു കമ്പനിയിലേക്ക് റോ മെറ്റീരിയൽസ് ഇങ്ങോട്ട് വരണം, പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ ഒരു ഇൻ ടു ദ കമ്പനി എന്ന അല്ലെങ്കിൽ ഇൻ ടു ദ ഫേം എന്ന കൺസെപ്റ്റിൽ വരുന്ന ലോജിസ്റ്റിക്സ് ഇല്ലേ, അതാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. ദോസ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വിച്ച് ആർ കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് ലൊക്കേഷൻ ടു അവർ കൺട്രി ഓർ അവർ ഫേം, അതിനെ നമ്മൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയും. അപ്പം ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്തായിരിക്കും, ഇതിൻ്റെ ഓപ്പോസിറ്റ്. നമ്മൾ ഉണ്ടാക്കിയ ഗുഡ്സിനെ അല്ലെങ്കിൽ പ്രൊഡക്ട്സിനെ തിരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു, അത് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ്. പിന്നെ പ്രോസസ് ലോജിസ്റ്റിക്സ്. പ്രോസസ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഇൻവെൻട്രിയെ ചിലത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യും, വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, പ്രോസസ് ലോജിസ്റ്റിക്സ്. വി ആർ കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു പ്രൊഡക്ട്സ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റായിട്ട് മാറ്റുമ്പോൾ ചിലപ്പം നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ തന്നെ പല ലൊക്കേഷൻസിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കൊരു ബോട്ടിൽ മിനറൽ വാട്ടർ മാനുഫാക്ചറിങ് ഫേമാണ് നിങ്ങളെന്ന് വെച്ചോ. അപ്പം നിങ്ങൾ അവിടെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ബോട്ടിൽസും അതുപോലെ അതിൻ്റെ ക്യാപ്പും വാട്ടറും എല്ലാം ഫില്ല് ചെയ്യുന്നതും എല്ലാം ഒരേ ലൊക്കേഷനാണ്. അപ്പോൾ ഒരു പ്രോസസ് ലോജിസ്റ്റിക്സിൽ നമ്മൾ പല ലൊക്കേഷനിലേക്ക് ഇതെത്തിച്ചു കൊടുക്കുന്നുണ്ടാവും. ഒരേ ഫേമിൻ്റെ തന്നെ പല പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും. ഒരിടത്ത് ബോട്ടിൽ ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് ആ ബോട്ടിലിൻ്റെ പീസ് എല്ലാം കൂടി ചെന്ന് അവിടെ നിന്ന് ക്യാപ്പ് വന്ന് ഫില്ല് ചെയ്യുന്നു, ഓർ വാട്ടർ ഗെറ്റ്സ് വെൽ. ഇതെല്ലാം ഒരു ഫേമിനുള്ളിൽ പല പല ഭാഗങ്ങളിലായിരിക്കും. അത് പ്രോസസ് ലോജിസ്റ്റിക്സ് ആണ് അതിനകത്ത് വരിക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് റിവേഴ്സ് ലോജിസ്റ്റിക്സ്. റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്താ, നമ്മൾ തിരിച്ചത് ഒരു കൺസ്യൂമർ വാങ്ങിക്കഴിയുമ്പോൾ അതിനെ കൺസ്യൂമറിന് തിരിച്ചു കൊടുക്കാമെന്നൊരു കൺസെപ്റ്റ് പറഞ്ഞില്ലേ, ഫേമിലേക്ക് തിരിച്ച്, അങ്ങനെയുള്ളത് നമ്മൾ റിവേഴ്സ് ലോജിസ്റ്റിക്സ് ആയിട്ട് വരും. സോ ദീസ് ആർ ദ മേജർ ടൈപ്സ് ഓഫ് ലോജിസ്റ്റിക്സ്. ടൈപ്സ് ഓഫ് ലോജിസ്റ്റിക്സ് എന്ന് ചോദിക്കുമ്പോൾ ദർ ആർ 4 types: ഇൻബൗണ്ട്, പ്രോസസ്, ഔട്ട്ബൗണ്ട് ആൻഡ് റിവേഴ്സ് ലോജിസ്റ്റിക്സ്. അതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൺഫ്യൂസ് ആവരുത്. എലമെൻറ്റ്സ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇൻഫർമേഷൻ ലോജിസ്റ്റിക്സ്, ഇൻവെൻട്രി, വെയർ ഹൗസിംഗ്, പാക്കേജിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. എന്നാൽ പ്രോസസ് ഓർ ടൈപ്സിൽ വരുന്നത് ഇൻബൗണ്ട്, പ്രോസസ്, ഔട്ട്ബൗണ്ട് ആൻഡ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഇനി ലോജിസ്റ്റിക്സ് പോലെ വരുന്നൊരു കൺസെപ്റ്റാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, SCM എന്ന് പറയും. വാട്ട് ഈസ് മെൻ ബൈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്? ഇറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് interconnected business involved in the ultimate provision of goods and services, packages,
റിക്വയർഡ് ബൈ എൻഡ് കൺസ്യൂമറിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കാൻ ഈ ലോജിസ്റ്റിക്സിലൂടെ നമ്മൾ പാസ് ചെയ്ത പ്രൊഡക്റ്റില്ലേ അതെല്ലാം ഫൈനലി എത്തണ്ടേ. അപ്പോൾ എത്തുമ്പോൾ ഫുള്ളി മാനേജ് ചെയ്യണം. ഒരു ഫേം തൊട്ട് അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയൽ കിട്ടുന്നിടത്ത് തൊട്ട് ആ ഫൈനൽ എൻഡ് ആരാണ് യൂസ് ചെയ്യുന്നത് അയാൾ വരെ ഉണ്ടാകുന്ന എല്ലാ പ്രോസസ്സേയും മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് പറയാം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അല്ലേ. സോ മാനേജ്മെൻറ്റ് ഓഫ് ആ നെറ്റ്വർക്ക് ഓഫ് ഇൻ്റർ കണക്റ്റഡ് ബിസിനസ്. പലത് ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിനേക്കാളും കുറച്ചുകൂടെ ബ്രോഡർ കൺസെപ്റ്റാണ്. സോ ഇറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് ദ ഹോൾ സിസ്റ്റം ഓഫ് സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിൻ്റെ എല്ലാ സിസ്റ്റവും കൂടെ മാനേജ് ചെയ്താണ് ഇതിൽ വരിക. അതേപോലെ നമ്മൾ വേറൊരു ഇമ്പോർട്ടൻ്റ് ഇത് കൊടുക്കുന്നത് ഇതിനകത്ത് സപ്ലൈ ചെയിനിൽ ഇൻവോൾവ് ആവുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു ഹോൾസെയിലറും റീറ്റെയിലറും പ്രൊവൈഡേഴ്സും റോ മെറ്റീരിയൽ പ്രൊവൈഡേഴ്സും എല്ലാം ഇതിനകത്ത് വരുന്നില്ലേ. ഇവരുടെ എല്ലാം എഫക്റ്റീവ്നെസ് കൂട്ടാനും അവരെല്ലാം മാനേജ് ചെയ്യാനും ഒക്കെ ഈ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ദ മേജർ ടു ഫീച്ചേഴ്സ് ഓഫ് ദ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആ management of the whole system of supply chain network and also improving the effectiveness of the supply chain system. Okay, so these are the features. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇറ്റ് കോർഡിനേറ്റ്സ് ദ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ പ്രോസസ് ആൻഡ് ഇൻഫർമേഷൻ പീപ്പിൾ ആൻഡ് റിസോഴ്സസ് ഇൻ എ സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിൻ്റെ എല്ലാ ഓർഗനൈസേഷനെയും അതുപോലെ എല്ലാ പ്രോസസ്സിനെയും ഇൻഫർമേഷനും അതിലുള്ള ആൾക്കാരെയും അതുപോലെ അതിലുള്ള റിസോഴ്സ് എല്ലാം കോർഡിനേറ്റ് ചെയ്യണം ഇൻ സപ്ലൈ ചെയിൻ. പക്ഷേ ലോജിസ്റ്റിക്സിന് അത്രയും ഇൻവോൾവ്മെൻ്റ് ഇല്ല. ഇതിലാണ് കൂടുതലായിട്ട് മാനേജ്മെൻറ്റ് വരുന്നത്. ഓൾ ദ പ്രോസസ് ഓൾ ദ ഓർഗനൈസേഷൻ ഇൻഫർമേഷൻ പീപ്പിൾ ആൻഡ് റിസോഴ്സസ് ആർ കോർഡിനേറ്റഡ്. പിന്നെ ബെറ്റർ ഇൻഫർമേഷൻ ഷെയറിംഗ് ആയിരിക്കും അല്ലേ. ഇത് കാരണം ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ബെറ്റർ ഇൻഫർമേഷൻ ഷെയറിംഗ് ആയിരിക്കും. അതേപോലെ ലോജിസ്റ്റിക്സ് പ്രോസസ്സിനെ ഡിസൈൻ ചെയ്തതും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആയിരിക്കും. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഒരു ഭാഗമാണ് ലോജിസ്റ്റിക്സ്. അതുകൊണ്ട് ലോജിസ്റ്റിക്സ് പ്രോസസ്സിനെ ഡിസൈൻ ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ് അറ്റംപ്റ്റ്സ് ടു ഓഫർ ദ ബെറ്റർ കസ്റ്റമർ സർവീസ്. മാക്സിമം കസ്റ്റമറിന് സർവീസ് കൊടുക്കുക. അതും നടക്കുന്നത് ത്രൂ ദ ഇത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലായിരിക്കും. ലോജിസ്റ്റിക്സിനെക്കാളും കുറച്ചുകൂടെ കസ്റ്റമറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇൻ സപ്ലൈ ചെയിൻ. ആൻഡ് ഓൾസോ ഇറ്റ് ക്രിയേറ്റ്സ് എ മ്യൂച്വൽ ട്രസ്റ്റ് അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ചാനൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലൂടെ പറ്റും. അപ്പോൾ എല്ലാ ഓർഗനൈസേഷനും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രോപ്പർ ആണെങ്കിൽ ആ ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ എപ്പോഴും മുന്നോട്ട് തന്നെ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ദീസ് ആർ ദ മേജർ ഇമ്പോർട്ടൻസ്. It coordinates the different departments, then information, people as well as the resources. It helps in the better information sharing. It designs and implements the logistic process. It attempts to offer the better customer service as compared to the logistics management, and also it creates an atmosphere of mutual trust and understanding among the channel partners. Okay. അപ്പം ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് പറഞ്ഞു, അതുപോലെ SCM പറഞ്ഞു. അപ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ നമ്മൾ കുറേ എലമെൻറ്റ്സ് പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ SCMലും എലമെൻറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഇസ് ദ പ്ലാൻ. അതിൽ ഫസ്റ്റ് ആണ് പ്ലാൻ. അപ്പോൾ SCMൽ ആദ്യം പ്ലാനിങ് വേണം. പ്ലാനിങ് ചെയ്യുന്ന നമ്മൾ എന്തിനാ എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാം, എങ്ങനെ ഹൈ വാല്യൂ ആൻഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് കറക്റ്റ് ടൈമിൽ എത്തിക്കാം. ഇതാണ് പ്ലാനിങ് എന്ന കൺസെപ്റ്റിൽ വരുന്നത്. സെക്കൻഡ് എലമെൻറ്റ് സോഴ്സ്. നമുക്ക് സോഴ്സ് എവിടെ ഒരു റോ മെറ്റീരിയൽ കിട്ടുന്നതാണ് സോഴ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ സപ്ലയറിൻ്റെ കോമ്പിറ്റൻസി എന്താണ് അത് പഠിക്കണം. എങ്ങനെയൊക്കെയാണ് അവർ ഷിപ്മെൻറ്റ് ചെയ്യുന്നത് അത് കളക്ട് ചെയ്യുക, അത് വെരിഫൈ ചെയ്യുക, അത് കറക്റ്റായിട്ട് നമ്മൾ മാനുഫാക്ചറിങ് പ്ലാൻസിലേക്ക് കൊടുത്ത് അതിനുള്ള ബെറ്റർ പേയ്മെൻറ്റ് ആ സോഴ്സിനുള്ള കറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. അതുപോലെ മാനുഫാക്ചറിങ് എല്ലാ ആക്ടിവിറ്റീസും ഷെഡ്യൂൾ ചെയ്യുക. ദെൻ ക്വാളിറ്റി ടെസ്റ്റ്. നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ആണോ, അതിന് എല്ലാ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഫുൾഫിൽ ചെയ്താണോ നോക്കുന്നു. അത് പാക്കേജ് ചെയ്യുന്നു, ഷിപ്പിംഗ് വരുന്നു, അതെല്ലാമാണ് മാനുഫാക്ചറിങ് ആയിട്ടുള്ള എലമെൻറ്റ് വരുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ഡെലിവറി. അപ്പോൾ 4 എലമെൻറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. പ്ലാൻ, സോഴ്സ്, മാനുഫാക്ചർ ആൻഡ് ഡെലിവറി. ഡെലിവറിയിൽ എന്താണ് നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ എത്തിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും, അതുപോലെ വെയർ ഹൗസിങ് ചെയ്യേണ്ടി വരും, ആ പേയ്മെൻറ്റിനുള്ള ഇൻവോയ്സസ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മേജർ എലമെൻറ്റ്സ് ഓഫ് SCM. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് ലോജിസ്റ്റിക്സിന് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? ഇൻഫർമേഷൻ ലോജിസ്റ്റിക്സ്, ഇൻവെൻട്രി ലോജിസ്റ്റിക്സ്, വെയർ ഹൗസ് ലോജിസ്റ്റിക്സ്, പാക്കേജിങ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. അപ്പം രണ്ടിൻ്റെ എലമെൻറ്റ്സ് തമ്മിൽ കൺഫ്യൂസ് ആവരുത്. എലമെൻറ്റ്സ് ഓഫ് SCMൽ വരുന്നത് പ്ലാൻ, സോഴ്സ്, മാനുഫാക്ചർ ആൻഡ് ഡെലിവറിയാണ്. നിങ്ങളിതിൻ്റെ ഹെഡിങ്സ് പഠിക്കുകയാണെങ്കിൽ ബാക്കി നിങ്ങൾക്കുള്ളിൽ എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ. സോ പ്ലാനിങ് എങ്ങനെയായിരിക്കും? കോസ്റ്റ് കുറയ്ക്കുക, സോഴ്സ് സപ്ലയറിനെ മനസ്സിലാക്കി അവർക്ക് കറക്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുക, മാനുഫാക്ചറിങ്ങിൽ എങ്ങനെ ഇത് മാനുഫാക്ചർ ചെയ്ത് എങ്ങനെ പാക്ക് ചെയ്യുന്നു, ക്വാളിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നു, ആൻഡ് ഓൾസോ ദ ഷിപ്പിംഗ്. ഡെലിവറിയിലാണെങ്കിൽ ഇൻവോയ്സസ് ഒക്കെ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക, വെയർ ഹൗസിങ്ങും ട്രാൻസ്പോർട്ടേഷനും നോക്കുക. ഓക്കെ. സോ
ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ലോജിസ്റ്റിക്സ് എന്താണ്, ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്താണ്, സപ്ലൈ ചെയിൻ എന്താണ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ എലമെൻറ്റ്സും ഫോംസും ടൈപ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇമ്പോർട്ടൻസും പറഞ്ഞു. അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ബ്രോഡർ വൺ ആണ്, അതിൻ്റെ ഉള്ളിലൊരു പാർട്ട് മാത്രമാണ് ലോജിസ്റ്റിക്സ് വരുന്നത്. സോ ഇനിയുള്ളത് നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് ടോപ്പിക്കാണ്. നിങ്ങൾ എഴുതേണ്ടത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. കോളം വൈസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് വേണം നിങ്ങളിത് എഴുതാൻ. സോ വിത്ത് ദിസ് വി ക്യാൻ ഇൻ ടുഡേയ്സ് ക്ലാസ്. നെക്സ്റ്റ് ഡേ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു.